ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അതിൽ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം, അതിലെ വിരുന്നൊരുക്കാമിലെ പാവയോണ്, ചോദ്യം, കള്ളം, ഇതെല്ലാം നമ്മൾ ചെയ്തതാ. ഇനി നേരും നുണയും എന്നുള്ള പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം, നേരും നുണയും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം അല്ലേ. അസത്യത്തിന് സത്യത്തേക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട്. നേരും നുണയും. അപ്പം ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. നേര്, സത്യവും കള്ളവും നുണയും. നോക്കാം. അരമനയുടെ പുറകിലുള്ള തോട്ടത്തിൻ്റെ വലിയ മതിൽ ചാടിക്കടന്ന് ഴാങ് നിരത്തിലെത്തി. അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി. അയാൾ സഞ്ചി മാറോട് ചേർത്ത് പിടിച്ചു. ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. ഇല്ല, ആരും കണ്ടിട്ടില്ല. ലോകം മുഴുവൻ സുഖനിദ്രയിലാണ്. സോ ഇവിടെ എന്താണ്, ഒരു പള്ളിയുടെ അരമനയിൽ കയറിയിട്ട് ഴാങ് എന്തോ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഴാങ് മോഷണം നടത്തിയിട്ട് മതിൽ ചാടി ഇപ്പുറത്തെത്തി. അപ്പോൾ സഞ്ചിയിൽ നിന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി. അപ്പോൾ വെള്ളിക്കരണ്ടികളാണ് മോഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അയാൾ മോഷ്ടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ചുറ്റും പരിഭ്രമത്തോടെ അദ്ദേഹം നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ചുറ്റും ആരെയും കാണാനില്ല. കാരണം എല്ലാവരും ഉറക്കത്തിലാണ്, രാത്രിയാണ് അല്ലേ. അയാൾ മാനത്തേക്ക് നോക്കി. മരങ്ങൾക്കിടയിൽ വലിയൊരു വെള്ളിത്തുട്ട് പോലെ തിളങ്ങുന്ന ചന്ദ്രൻ. നേരം പുലർന്നാലുടൻ സഞ്ചിയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം. കിട്ടുന്ന കാശുകൊണ്ട് സഞ്ചി നിറയെ അപ്പം വാങ്ങണം. ഴാങ്ങിൻ്റെ ചുണ്ടിൽ ചിരി പടർന്നു. അപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ഴാങ് ഇത് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ രാത്രിയാണ്. ആകാശത്ത് ആരെ കാണാം? ചന്ദ്രനെ കാണാം. അപ്പോൾ രാവിലെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഈ മോഷ്ടിച്ച വെള്ളിയുടെ കരണ്ടികൾ കൊണ്ടുപോയി വിറ്റിട്ട് കാശ് കിട്ടുമല്ലോ, വിറ്റ ആ കാശ് കൊണ്ട് അപ്പം വാങ്ങണം കഴിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. നേര് പറ, ഈ വെള്ളിക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? നടക്ക്, ഇന്ന് സത്യം തെളിയിച്ചിട്ട് തന്നെ കാര്യം. വെള്ളിക്കടയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട ഴാങ് പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി. അപ്പോൾ വെള്ളിക്കടയിൽ കൊണ്ടുപോയി ഇത് വിൽക്കാൻ നേരത്ത് ഴാങ്ങിനെ അവിടെയുള്ളവർ പിടിച്ചു. ഇത് നീ മോഷ്ടിച്ചതല്ലേ എന്ന് ഴാങ്ങിനോട് ചോദിക്കുന്നു. ഴാങ് പെട്ടു അല്ലേ. പോലീസുകാർ വന്നു. പോലീസുകാരുടെ മുന്നിൽ ഉത്തരമില്ലാതെ അയാൾ നിൽക്കുകയാണ്. അരമനയിൽ മെത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനു നേരെ ഒന്ന് നോക്കുവാൻ പോലും ഴാങ്ങിന് കഴിഞ്ഞില്ല. അപ്പോൾ അരമനയിലെത്തി മെത്രാന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുകയാണ്. ഇയാളാണ് ഇവിടുത്തെ വെള്ളിക്കരണ്ടി മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കൊണ്ട് മുന്നിൽ നിർത്തി. അപ്പോൾ ആ മെത്രാന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ഴാങ്ങിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തുകൊണ്ടായിരിക്കാം? നോക്കാം. ഈ വെള്ളിക്കരണ്ടികൾ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. തൊണ്ടി മുതൽ നീട്ടി ജേതാവിനെ പോലെ നിന്ന് പോലീസുകാരനെ നോക്കി മെത്രാൻ ചിരിച്ചു. അപ്പോൾ പോലീസുകാർ ഈ പ്രതിനെയും കൊണ്ട് അതേപോലെ തൊണ്ടി മുതൽ ആ വെള്ളിക്കരണ്ടിയും കൊണ്ടാണ് കേട്ടോ മെത്രാന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മെത്രാന്റെ അടുത്ത് പോലീസുകാർ പറയും, ദാ ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ മെത്രാന്റെ അടുത്ത് പറയും. അപ്പോൾ മെത്രാൻ എന്താ ചെയ്യണത്? ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അയാൾ പുഞ്ചിരിക്കും, നോക്കി ഒന്ന് ചിരിക്കും. നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ. ഇന്നലെ വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത്. അപ്പം മെത്രാൻ നേരെ കഥ അങ്ങോട്ട് മാറ്റും. മെത്രാൻ എന്താ പറയുക? ഇന്നലെ ഈ ഴാങ്ങിന് ഇവിടെ വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭക്ഷണം. അപ്പം വിരുന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് വെള്ളി കൊണ്ടുള്ള വിളക്കിൻ്റെ കാലുകളുണ്ട്. ആ വിളക്കിൻ്റെ കാലുകൾ കൂടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ഴാങ് അത് കൊണ്ടുപോയില്ല, വെള്ളിക്കരണ്ടി മാത്രമേ കൊണ്ടുപോയുള്ളൂ എന്ന് പറയുന്നു. ഞാൻ കൊടുത്തത് തന്നെയാണിത്, അല്ലാതെ അവൻ മോഷ്ടിച്ചതല്ല എന്ന് ഴാങ്ങിനെ കുറിച്ച് മെത്രാൻ പറയുകയാണ്. അലമാരിയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മെത്രാൻ ശാന്തനായി പറഞ്ഞു. ഴാങ് മെത്രാനെ മിഴിച്ചു നോക്കി നിന്നു. അപ്പോൾ ഴാങ്ങിനാകെ അത്ഭുതമായി. സത്യത്തിൽ ഴാങ് മോഷ്ടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഴാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി മെത്രാൻ എന്തിനാ നുണ പറയണത് പോലീസുകാരോട്? അയാളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു. പോലീസുകാർ മെത്രാനോട് മാപ്പ് പറഞ്ഞ് മടങ്ങി. അങ്ങനെ എന്നാൽ ശരി, കേസൊന്നുമില്ല. മെത്രാനോട് മാപ്പ് പറഞ്ഞ് പോലീസുകാർ ഴാങ്ങിനെ വിട്ടയച്ചു. പോലീസുകാർ തിരിച്ചുപോയി. കുറ്റഭാരത്താൽ തലകുനിച്ചെന്ന ഴാങ്ങിൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് മെത്രാൻ പറഞ്ഞു,
മെത്രാൻ എന്ത് ചെയ്തു? ഴാങ്ങിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളൂ. ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകൂ. താങ്കൾക്ക് അതുവഴി വരാം. ആരും തടയുകയില്ല. അപ്പൊ മെത്രാൻ എന്താ പറയണത്? നീ പോകുമ്പോ വെള്ളിയുടെ തന്നെ ആ വിളക്കിന്റെ കാലുകളുണ്ട്, വിളക്ക് കാലുകൾ കൂടി എടുത്തോളൂ. അതേപോലെ ഇനി നീ രാത്രിയിൽ മതില് ചാടിയിട്ട് ഇങ്ങോട്ട് വരണ്ട, കക്കാൻ വേണ്ടിയിട്ട് മതില് ചാടി വരരുത്. നമ്മുടെ പടിവാതില് ചാരിയിട്ടേ ഉണ്ടാവുള്ളൂ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും അതുവഴി വരാം, ആരും തടയില്ല എന്ന് പറയും മെത്രാൻ. അങ്ങനെ ഴാങ് നിറ കണ്ണുകളോടെ മെത്രാനെ നോക്കുകയാണ്. വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. അപ്പോൾ മെത്രാന്റെ ഒരു വലിയ മനസ്സല്ലേ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്കിനി ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ. വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാൻ കാരണം എന്താവും? അപ്പൊ എന്തിനാണ് മെത്രാൻ ഇങ്ങനെ പറയുന്നത്? ശരിക്കും അയാൾ മോഷ്ടിച്ചതാണ് അല്ലെ, ശരിക്ക് ഴാങ് മോഷ്ടിച്ചതാണ്. പക്ഷെ മെത്രാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, താൻ ചെയ്ത തെറ്റിന്റെ കുറ്റഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഴാങ്ങിന്റെ നിസ്സഹായത കണ്ട് അവനെ പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടുത്താനായിരിക്കും വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറഞ്ഞത്. ഈ കഥയ്ക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ? എന്തുകൊണ്ട്? ഉത്തരം, അനുയോജ്യമാണ്. കാരണം ഴാങ് വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചു എന്നത് വാസ്തവമാണെങ്കിലും മെത്രാൻ ഴാങ്ങിനെ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്താനായി അത് താൻ സമ്മാനമായി നൽകിയതാണെന്ന് നുണ പറയുന്നു. ആ നുണയുടെ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഴാങ്ങിനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ശരിയായ ജീവിതപാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മെത്രാൻ നൽകുന്നത്. ചില സന്ദർഭങ്ങളിൽ നുണയ്ക്ക് നേരിനേക്കാളും തിളക്കമുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും ഈ കഥയ്ക്ക് ഈ തലക്കെട്ട് വളരെയേറെ അനുയോജ്യമായവ തന്നെയാണ്. അപ്പോൾ എന്താണ് മെത്രാൻ ശരിക്കും ഇവിടെ എന്ത് ചെയ്യുകയാണ്? മെത്രാൻ രക്ഷിക്കുകയാണ് ഴാങ്ങിനെ അല്ലേ. ഴാങ് വെള്ളിക്കരണ്ടി മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ്. നേരും നുണയും എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. മെത്രാൻ ഴാങ്ങിനെ എന്ത് ചെയ്യാണ്? പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഞാനിത് സമ്മാനമായി കൊടുത്തതാണ്, ഴാങ് മോഷ്ടിച്ചതല്ല എന്ന് മെത്രാൻ നുണ പറയുന്നത് അവിടെ. അപ്പൊ ആ നുണ മെത്രാൻ പറഞ്ഞതുകൊണ്ട് ഴാങ്ങിന് നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഴാങ് എന്ത് ചെയ്യും? ജയിലിൽ പോയി കിടന്നിട്ട് കൂടുതൽ കുറ്റങ്ങളിലേക്ക് പോവുകയുള്ളൂ അല്ലെ. അപ്പൊ ഴാങ്ങിനെ ജയിലിലേക്ക് പോവാണ്ട് നല്ല ജീവിതപാതയിലേക്ക് കൊണ്ടുവരികയാണ് മെത്രാൻ ഇവിടെ ചെയ്തത്. അപ്പൊ ചില സിറ്റുവേഷൻസിൽ നുണയ്ക്ക് നേരിനേക്കാൾ തിളക്കമുണ്ടാവും. അപ്പൊ ചില നുണകൾ നമുക്ക് എന്താണ് ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്ന പോലെ ഇവിടെ നുണയ്ക്ക് നേരിനേക്കാൾ തിളക്കമുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തലക്കെട്ട് ഇതിന് യോജിച്ചതാണ്. അടുത്തത്, വെള്ളിത്തളിക പോലെ പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത്. ഈ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തുട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമായോ? എന്തുകൊണ്ട്? കഥയിലെ മോഷ്ടാവായ ഴാങ് മോഷ്ടിക്കാനാണ് അരമനയിൽ പോകുന്നത്. അരമനയിൽ നിന്ന് മോഷ്ടിച്ച വെള്ളിക്കരണ്ടികളുമായി പോകുമ്പോൾ ആകാശത്ത് കാണുന്ന ചന്ദ്രനെയും ഴാങ്ങിന് വെള്ളിത്തുട്ടുപോലെയാണ് തോന്നുന്നത്. കാരണം അയാളുടെ മനസ്സ് മുഴുവൻ തൻ്റെ സഞ്ചിയിലിരിക്കുന്ന വെള്ളിക്കരണ്ടികളിലും അത് വിറ്റ് കാശാക്കി വാങ്ങാൻ പോകുന്ന അപ്പവും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തുട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമാണ്. അടുത്തത്, വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഴാങ്ങിന് അങ്ങനെ തോന്നിയത്? മെത്രാനെ കുറിച്ചാണ് കേട്ടോ ഇത്. ഴാങ്ങിന്റെ മനസ്സ് മുഴുവൻ മോഷണം എന്ന ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രനെ പോലും ഒരു വെള്ളിത്തുട്ടായി അയാൾക്ക് തോന്നിയത്. എന്നാൽ മെത്രാന്റെ കരുതലും സ്നേഹവും അയാളുടെ മനസ്സിലെ ഇരുട്ട് അകറ്റി വെളിച്ചം കൊണ്ടുവരുന്നു. ഴാങ്ങിന്റെ മനസ്സിലെ ദുഷിച്ച ചിന്തകൾ അകറ്റാൻ മെത്രാന്റെ സ്നേഹത്തിന് സാധിക്കുന്നു. ഴാങ്ങിനോട് ഒരുപക്ഷെ അന്നേ വരെയും ആരും തന്നെ സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറിയിട്ടുണ്ടാവില്ല. അത് ആദ്യമായി ഴാങ് അനുഭവിച്ചറിയുന്നത് മെത്രാന്റെ അരികിൽ നിന്നാണ്. അതുകൊണ്ടാണ് വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനായി മെത്രാനെ തോന്നിയത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.